ആ പത്തിരിയുടെ കഥയിൽ നിന്ന് നമ്മൾ പോകുന്നത് പൊറോട്ടയുടെ കഥയിലേക്കാണ്. വെറും പൊറോട്ടയല്ല കേട്ടോ, ഇത് മധുരയുടെ, തമിഴ്നാടിന്റെ മധുരയുടെ ബൺ പൊറോട്ടയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ ബൺ പൊറോട്ട 35-ാം വയസ്സ്, ബൺ പൊറോട്ടയ്ക്ക് പ്രായമൊക്കെ ഉണ്ടോ, 35-ാം വയസ്സിലേക്ക് അല്ലേ, 3.5 പതിറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിലാകെ ബൺ പൊറോട്ട നേടിയത് മിനിമം 2000 കോടിയുടെ വിറ്റുവരവാണ്. എനിക്ക് തോന്നുന്നു ഹൃദയം സിനിമ വന്നതിന് ശേഷം ഈ ബൺ പൊറോട്ടയും കോയിൻ പൊറോട്ടയും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഏതായാലും പൊറോട്ട ഇഷ്ടപ്പെടുന്ന മലയാളിയുടെ മനസ്സിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ ബൺ പൊറോട്ട കൊണ്ടുവരികയാണ്. നമുക്കതിന്റെ രുചി വിശേഷങ്ങൾ കണ്ടുവരാം. മനു ഓർമ്മയുണ്ടോ, പാലക്കാട് നമ്മൾ ഇലക്ഷൻ സമയത്ത് പോയ സമയത്ത് ബൺ പൊറോട്ട കഴിക്കാൻ പോയത്? അതെ അതെ അതെ. പക്ഷേ പാലക്കാടുകാർ ഞങ്ങളെ ഇഡലി തീറ്റിച്ചൊരു വഴിക്കാക്കി. 1 വർഷം കൊണ്ട് തിന്നിട്ട് ഇഡലിയാണ് 1.5 മാസം കൊണ്ട് ഞങ്ങൾ കഴിച്ചത്. പക്ഷേ സ്നേഹമുള്ള മനുഷ്യരായിരുന്നു കേട്ടോ, നല്ല ഇഡലിയും നല്ല ചമ്മന്തിയായിരുന്നു. ഏത് രാത്രിയിൽ പോയാലും പാതിരാത്രി ചെന്നിറങ്ങിയാലും പാലക്കാട്ട് ഇഡലി സുലഭമാണ്. അപ്പോൾ ഞങ്ങൾ പാലക്കാട്ട് നിന്ന് നേരെ നമ്മൾ പോവുകയാണ് മധുരയിലേക്ക് ബൺ പൊറോട്ട തിന്നാൻ. മധുരയിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മധുര ഫേമസ് ആണ്. ടെമ്പിൾ സിറ്റിയൊക്കെ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ അവിടെ ബൺ പൊറോട്ട എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 10-20 വർഷമായി നമ്മുടെ മധുരയിൽ ഫേമസ് ആണത്. ഒരു ദിവസം 20,000-ത്തിലധികം ബൺ പൊറോട്ട ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആലോചിക്കാം ഇതെന്തോളം പ്രശസ്തമാണെന്നും എന്ത് ടേസ്റ്റ് ആണെന്നും. ആയിരത്തി 1991 കറുപ്പണ്ണ വിജയ ദമ്പതികളുടെ സൃഷ്ടി. അവരതിന് ബൺ പൊറോട്ട എന്ന് 3 വട്ടം പേര് ചൊല്ലി വിളിച്ചു. അതോടെ ഉറങ്ങാത്ത നഗരമായ മധുര ബൺ പൊറോട്ടയെ ഏറ്റെടുത്തു. നാട്ടുകാർ അർദ്ധരാത്രി തെരുവിലിറങ്ങി ബൺ പൊറോട്ട കഴിക്കാൻ തുടങ്ങി. ദ്രാവിഡ ഭക്ഷണം അങ്ങനെ വേൾഡ് ഫേമസ് ആയി. പൊറോട്ടയിലെ വേറിട്ട രുചി, തനി പൊറോട്ട ഫ്രൈ എന്ന ഇരട്ടപ്പേരും ബൺ പൊറോട്ട ഇതിനകം സ്വന്തമാക്കി. മധുരയിൽ നിന്ന് ഉപജീവനം തേടി വിദേശത്ത് പോയവർ ബൺ പൊറോട്ടയുടെ റെസിപ്പിയും സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളാകെ ബൺ പൊറോട്ട മെനുവിൽ കാസനവയെ പോലെ തിളങ്ങുന്നു. അതേസമയം മധുര സ്വദേശികളും വിനോദസഞ്ചാരികളും ബൺ പൊറോട്ടയെ അവരുടെ ദേശീയ ഭക്ഷണമായി ഇതിനോടകം അംഗീകരിച്ചു കഴിഞ്ഞു. ഇதான் மதுரைக்கு புதுசு. நான் வந்ததுலேருந்து இந்த கடை தான் நான் யூடியூப்பில் பார்த்ததில் போய் தான் சொல்கிறாங்கன்னு நினச்சேன். ஆனால் உண்மையாக சூப்பராக இருந்துச்சு. இங்கே டேஸ்ட்டாக இருக்குது. இது மாதிரி வேறு எங்கேயுமே கிடைக்கல. சூப்பராக இருக்குது, டேஸ்டியாக இருக்குது. இங்கே தான் ஃபேமஸ், அதனால தான் இங்கே தான் வந்து சாப்பிட்றோம். இங்கே 3வது தடவை வரோம், ஏன்னா இங்கே தான் சூப்பராக டேஸ்டியாக இருக்குது. ഈ കടയിൽ മാത്രം വൈകിട്ട് 6:30 മുതൽ അർദ്ധരാത്രി വരെ കുറഞ്ഞത് 20,000 ബൺ പൊറോട്ട ചുട്ടെടുക്കുന്നു. അങ്ങനെ മധുരയിലെ മറ്റു ഹോട്ടലുകൾ കൂടിയാകുമ്പോൾ ലക്ഷക്കണക്കിന് ബൺ പൊറോട്ട ഒരു ദിവസം പിറക്കും. ഇത് സിലോൺ പൊറോട്ട, ഊത്തപ്പം, കറി ഊത്തപ്പം, അതുകൂടാതെ കൊത്തു പൊറോട്ട, ഇങ്ങനെ എല്ലാവിധ സ്പെഷ്യൽ സംഭവങ്ങളും പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ ഈ നമ്മുടെ മീനാക്ഷി മധുരൈ ബൺ പൊറോട്ട കടയെന്ന് പറയുന്നത് ഫേമസ് ആണ്. മധുരയിൽ നിന്ന് ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.